കെ മാനണി ശരി ശരി കെ മാനണി ഇവിടെ ഇവിടെ വെഞ്ഞാറമ്മൂട്ടിൽ ഒരാൾ അമ്മയെ ആദ്യം കറക്കി തറയിലടിക്കുന്നു. അതിനുശേഷം കിലോമീറ്റർ സഞ്ചരിച്ചു പോയി ഒരു കൊലപാതകം നടത്തുന്നു. വീണ്ടും കിലോമീറ്റർ സഞ്ചരിച്ച് പോയി അടുത്ത കൊലപാതകം നടത്തുന്നു. അതിനുശേഷം വീണ്ടും വീട്ടിൽ വരുന്നു. അവൻ്റെ കാമുകി അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം അനിയനെ വിളിച്ചുകൊണ്ടിരുന്നു അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം നന്നായി പോയി കുളിച്ച് ഏതോ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി അമ്മ അയൺ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഇൻസർട്ട് ചെയ്ത് നന്നായി എന്താണ് പെർഫ്യൂമൊക്കെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയാണ്, സാർ ഞാൻ 6 പേരെ കൊന്നവനാണെന്ന് പറയുകയാണ്. ഇയാൾ ഒരാഴ്ചയായിട്ട് മദ്യപാനം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിന് വ്യക്തമല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊടിയ ലഹരിയുടെ സ്വാധീനത്തിലല്ലാതെ ഒരു മനുഷ്യന് അത്തരത്തിൽ ഇൻസെൻസിറ്റീവ് ആവാൻ പറ്റില്ല. ശ്രീ കെ മാനണി നേരത്തെയും ഇത്തരം ലഹരികളുണ്ട്. ആ ലഹരികൾ കുറ്റകൃത്യത്തിലേക്ക് എങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്? അതിന് ഏത് രീതിയിൽ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് ചെറുക്കാൻ കഴിയും ശ്രീ കെ മാനണി? കാശ്മി, ആദ്യമായിട്ട് ഞാൻ ഈ ചർച്ചയിൽ സാധാരണ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വിഷയത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ ചർച്ച ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആ പിതാക്കന്മാർ 2 പേര് അതിലാണ് ഞാൻ കാര്യമായിട്ട് ഗവനിക്കുന്നത്. ആ എറണാകുളം സിറ്റിയുടെ നടുവിൽ താമസിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവിൻ്റെ വേദനയാണ്. അത് നമ്മൾ ഈ കേരളം ഉൾക്കൊള്ളേണ്ടതാണ്. ആര് എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ആ ഒരു 9ാം ക്ലാസ് പെൺകുട്ടിയുടെ മാത്രമല്ല, കേരളത്തിലെ ഹൈസ്കൂളിൽ പഠിക്കുന്നതും +2 പഠിക്കുന്നതും അല്ലെ അങ്ങനെയുള്ള 10, 16, 17 വയസ്സുള്ള മുഴുവൻ പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ടോ മറ്റേത് ഒരു സാഹചര്യത്തിലുമല്ല കാണേണ്ടത്. അതിനൊരു സാമൂഹ്യ വിപത്തായി കണ്ടിട്ട് അതിനെ നമ്മൾ നേരിടാനാണ് ശ്രമിക്കേണ്ടത്. അതിനകത്ത് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വെള്ളപൂശാനോ ഉള്ളൊരു ശ്രമം അല്ല ഇത്. ഈ ചർച്ചയെന്ന് പറയുന്നത് നമ്മളെല്ലാവരും അത്രമാത്രം ഗതികിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കേരള ജനതയ്ക്ക് ഈ മയക്കുമരുന്നിൻ്റെ പിടിയിലായിരിക്കുന്ന ഈ ഗ്രാമാന്തരങ്ങളിൽ ശ്രീ റെജി ലൂക്കോസ് തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ 60 പേർ ഒറ്റ നിമിഷം കൊണ്ട് വന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ മാത്രമല്ല, നമുക്കറിയാം ഇപ്പം പറഞ്ഞ സിറ്റി, ഇപ്പം കാക്കനാട് പോലുള്ള എറണാകുളത്തിൻ്റെ ഹാർട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും സ്കൂളുകളിൽ കുട്ടികളെ വിശ്വസിച്ച് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ വെഞ്ഞാറമൂടിൽ കണ്ടത്. നമ്മളാരും ചർച്ച ചെയ്യാത്തൊരു വിഷയമുണ്ട് അതിനകത്ത്. ഇതിൽ ഫർസാന എന്ന് പറഞ്ഞ PG ക്ലാസ്സിന് MSc പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഈ പറഞ്ഞ പ്രതി വശീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ പ്രേമിക്കുന്നുവെന്ന് പ്രേമം നടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയാണ്. ക്രൂരമായിട്ട് പ്രേമത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ തലച്ചോറ് തകർത്താണ് അയാൾ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ബാക്കി 4 പേരെയും കൊലപ്പെടുത്തിയ പോലെയല്ല ഈ കുട്ടി, ആ കുടുംബത്തിൽപ്പെട്ടതല്ല. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവരെ അനുഭവിക്കുന്ന വേദന നമ്മൾ കേരളം ഉൾക്കൊള്ളേണ്ടതാണ്. ആരും ഒരു ചർച്ചയിലും അത് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളിത് ഒരു വലിയ ഒരു വിഷയമായിട്ട് ഏറ്റെടുത്ത് ജനകീയ മുന്നേറ്റം പോലെ തന്നെ ഇപ്പം സമുദായ നേതാക്കളായിട്ടുള്ള ആളുകൾ വന്നു. അവർക്കെല്ലാം ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിത് നിർത്തലാക്കണം അല്ലെങ്കിൽ ഇതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് തന്നെ താല്പര്യമുള്ള ആൾക്കാരാണ്. അതനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞതിൽ വളരെ സഹതാരകം തന്നെയാണ്. നമ്മുടെ നാടിന്ന് ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ്. ഓരോ വീട് നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരുടെയും വീടിൻ്റെ ഒരു 300 മീറ്ററിനുള്ളിൽ മയക്കുമരുന്നിൻ്റെ വിപണനമോ ഇടപാടുകളോ നടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പം റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ കോവിഡ് കാലത്തൊന്നും അല്ല ഇത് വന്നത്. അതിനൊക്കെ മുമ്പ്, കുറച്ചുകൂടെ മുമ്പ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാഹചര്യങ്ങളുണ്ട്. ഇവിടെ വന്ന വികലമായ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ഒരു മദ്യനയത്തിൻ്റെ പേരിലാണ് ഈ സാധാരണക്കാരന് മദ്യം വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കള്ളിലും മറ്റും മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനന്ന് സർവീസിലുള്ള കാലഘട്ടം തന്നെ ആണ്. അന്ന് അതിൽ നമ്മൾ സംശയം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ ആശങ്ക നമുക്കന്നുണ്ടായി. ഇതിനെപ്പറ്റി കാണുന്നത് കൊണ്ട് ഒരു 2020 ഇവിടെ മയക്കുമരുന്നിന്റെ പിടിയിലാകുമെന്ന് കരുതി പറഞ്ഞതുപോലെ തന്നെ വരുന്നത് താങ്കളിലേക്ക് ഒരുപാട് ലേറ്റായി, മതിയായ സമയം കിട്ടില്ല. നമുക്ക് അടുത്ത ചർച്ചയിൽ അത് പരിഹരിക്കാം.